ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 5-ാം അധ്യായം. നാരദ ഉവാച. പൗരോഹിത്യായ ഭഗവാൻ പൃഥക്കാവ്യകിലാസുരൈഃ ഷണ്ഡാമർക്കൗ സുതൗ തസ്യ ദൈത്യരാജഗൃഹാന്തികേ. നാരദൻ അരുളി ചെയ്തു, പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനായതുകൊണ്ടാണ് ഹിരണ്യകശിപുവിന് അവനിൽ ദേഷ്യമുണ്ടായത്. അതുനിമിത്തം പുത്രനെ വധിക്കാൻ പലവിധത്തിലും ശ്രമിച്ചു, ഫലിച്ചില്ല. ഭക്തദ്രോഹിയെ ഭഗവാൻ ഹനിച്ചു എന്ന് ഉത്തരം പറയാൻ ഭാവിക്കുന്ന ശ്രീ നാരദമുനി ഈ അധ്യായത്തിൽ ഹിരണ്യകശിപു പ്രഹ്ലാദൻ്റെ നേർക്ക് ഉപയോഗിച്ച ക്രൂരകർമ്മങ്ങൾ വിവരിക്കുന്നു. വേദാംഗങ്ങളെ നന്നായി അറിയുന്ന ശുഗമഹർഷിയെ അസുരന്മാർ അവരുടെ പുരോഹിതനായി വരിച്ചുവെന്നത് സുപ്രസിദ്ധമാണല്ലോ. ശുഗമുനിയുടെ പുത്രന്മാരായ ഷണ്ഡാമർക്കന്മാർ അസുരരാജാവിൻ്റെ രാജധാനിയുടെ സമീപത്തിൽ വസിച്ചിരുന്നു. തൗ രാജ്ഞാ പ്രാപിതം ബാലം പ്രഹ്ലാദം നയകോവിദം പാഠയാമാസതു പാഠ്യാൻ അന്യാംശ്ചാസുരബാലകാൻ. ശുഗപുത്രന്മാരായ ഷണ്ഡാമർക്കന്മാർ രാജാവിനാൽ അയക്കപ്പെട്ട നീതിശാസ്ത്ര സമർത്ഥനും ബാലനുമായ പ്രഹ്ലാദനെയും അന്യന്മാരായ അസുരബാലന്മാരെയും പഠിപ്പിക്കുവാൻ യോഗ്യങ്ങളായ ദണ്ഡനീതി മുതലായ വിഷയങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ പ്രഹ്ലാദൻ സ്വതേ തന്നെ തത്വവിചാരം ചെയ്യുന്നതിൽ സമർത്ഥനായിരുന്നുവെങ്കിലും ബാലകനായതുകൊണ്ട് അറിവുള്ളവനാണെന്ന് രാജാവ് ധരിച്ചില്ല. അതുകൊണ്ടാണ് പഠിക്കാനയച്ചത്. യത്തത്ര ഗുരുണാ പ്രോക്തം ശുശ്രുവേനുപപാഠച ന സാധു മനസാ മേനേ സ്വപരാസദ്ഗ്രഹാശ്രയം. പാഠശാലയിൽ ഗുരുനാഥൻ പറഞ്ഞുകൊടുത്തത് ശ്രദ്ധയോടെ കേട്ട് ഉടനെ പഠിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ അദ്ദേഹം പഠിപ്പിക്കുന്ന വിഷയം താനെന്നും അന്യനെന്നുമുള്ള മിഥ്യാഭിമാനത്തെ ആശ്രയിച്ചിരിക്കുന്നതായി അറിഞ്ഞതിനാൽ ഭേദഭാവനയെ ബോധിപ്പിക്കുന്ന ഈ പാഠം നിർദോഷമാണെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചില്ല. ഏകദാസുരരാട് പുത്രമംഗമാരോപ്യ പാണ്ഡവ പപ്രച്ച കത്യതാം വത്സ മന്യതേ സാധു യത് ഭവാൻ. ഇങ്ങനെ പ്രഹ്ലാദൻ്റെ പഠിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ അസുരാധിപൻ പുത്രനെ മടിയിലെത്തിയിട്ട്, അല്ലയോ വത്സ, നീ എന്തിനെയാണ് നിർദോഷവും ഉത്കൃഷ്ടവുമായി കരുതുന്നത് എന്ന് ചോദിച്ചു. പ്രഹ്ലാദ ഉവാച. തൽസാധു മന്യേ സുരവര്യദേഹിനാം സദാ സമുദ്ദിഗ്നദിയാമസദ്ഗ്രഹാത് ഹിത്വാത്മപാദം ഗൃഹമന്തകൂപം വനംഗതോ യദ്ധരിമാശ്രയേത. പ്രഹ്ലാദൻ പറഞ്ഞു, നീ എന്തൊന്നിനെ നിർദോഷവും ശ്രേഷ്ഠവുമായി കരുതുന്നുവെന്നാണ് അസുരാധിപൻ്റെ ചോദ്യം. അതിനു മറുപടിയായി വിചാരകുശലനായ പ്രഹ്ലാദൻ സ്വാഭിപ്രായം മറച്ചുവെക്കാതെ തുറന്നു പറയുന്നു. ഹേ അസുരാധിപതേ, ക്ഷണഭങ്കുരങ്ങളായ വിഷയങ്ങളിൽ സത്യത്വബുദ്ധിയെ ഉറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിന് ഒരിക്കലും സ്വാസ്ഥ്യമില്ല. സത്യമെന്ന് വിചാരിച്ചിരുന്ന വസ്തുക്കളുടെ നാശത്തിൽ ബുദ്ധി ചലിക്കുകയും ഇനി എന്തെല്ലാമാണോ നശിക്കുക എന്ന് ഭീതി ജനിക്കുകയും ചെയ്യുന്നതിനാൽ ഗൃഹവാസം വെള്ളമില്ലാത്ത കിണറ്റിൽ വീണുകിടക്കുന്നത് പോലെ ദുഃഖാസ്പദവും അധപ്പതനത്തിന് കാരണവുമാകയാൽ അതിനെ ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് വസിക്കുകയും ശ്രീഹരിയെ ആശ്രയിക്കുകയും വേണം. അതാണ് യോഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാരദ ഉവാച. ശ്രുത്വാ പുത്രഗിരോ ദൈത്യഃ പരഭക്ഷസമാഹിതാഃ ജഹാസബുദ്ധിർബാലാനാം ഭിദ്യതേ പരബുദ്ധിഭിഃ. നാരദൻ അരുളി ചെയ്തു, സ്വശത്രുവായ വിഷ്ണുവിൽ ബഹുമാനത്തെ സൂചിപ്പിക്കുന്ന പുത്രവചനങ്ങൾ കേട്ട് ചിരിച്ചും കൊണ്ട് ഹിരണ്യകശിപു പറഞ്ഞു, കുട്ടികൾ വിചാരശക്തി ഇല്ലാത്തവരായതുകൊണ്ട് അന്യരുടെ ബുദ്ധിഗതികൾ അനുസരിച്ച് അവരുടെ ബുദ്ധിയും ചലിക്കും. സമ്യക് വിധാര്യതാം ബാലോ ഗുരുഗേഹേ ദ്വിജാതിഭിഃ വിഷ്ണുപക്ഷേ പ്രതിച്ഛന്നൈർ നബിദ്യേതാസ്യധീര്യത. ബാലകനായ പ്രഹ്ലാദനെ സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന അസുരന്മാരോട് ഹിരണ്യകശിപു കൽപ്പിക്കുന്നു, ഗുരുഭവനത്തിൽ ബാലകനെ നിങ്ങൾ നന്നായി കാത്തുകൊള്ളണം. അസുരവേഷം ധരിച്ചും കൊണ്ട് ചില ബ്രാഹ്മണർ കുട്ടികളെ ദുഷിപ്പിക്കാൻ പരിശ്രമിക്കും. അവർ വിഷ്ണുപക്ഷത്തിലുള്ളവരാണ്. അവരുടെ ദുരുപദേശത്താൽ ഈ കുട്ടിയുടെ ബുദ്ധി ദുഷിക്കാതിരിപ്പാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഗൃഹമാനീതമാഹൂയ പ്രഹ്ലാദം ദൈത്യയാ ജഗാഹ പ്രശസ്യ ശ്ലക്ഷണയാ വാച സമപൃച്ഛന്തസാമഭിഃ. അസുരഭടന്മാർ രാജാജ്ഞ അനുസരിച്ച് പ്രഹ്ലാദനെ പുരോഹിത ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
പുരോഹിതന്മാർ കണ്ട ഉടനെ അരികെ വിളിച്ച് സാമോപായങ്ങൾ അംഗീകരിച്ച് മൃദുവായിരിക്കുന്ന വാക്കുകൊണ്ട് സാദരം ചോദിച്ചു. വത്സപ്രഹ്ലാദഭദ്രം തേ സത്യം കഥയ മാമൃഷ ബാലാനതികുതസ്തുഭ്യമേഷ ബുദ്ധി വിപര്യയ. അല്ലയോ വത്സ പ്രഹ്ലാദ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഞങ്ങൾ 2 സംഗതി നിന്നോട് ചോദിക്കുന്നുണ്ട്. സത്യം പറയണം, കളവ് പറയരുത്. ആ സംഗതികൾ ഏതെല്ലാമെന്നാൽ, മറ്റു ബാലകന്മാർക്കൊന്നുമില്ലാത്തതും ഞങ്ങൾ അഭ്യസിപ്പിക്കാത്തതുമായ ഈ വിപരീത ബുദ്ധി വിഷ്ണുവിനെ ആശ്രയിക്കുകയാണ് വേണ്ടതെന്നുള്ള ബോധം നിനക്ക് മാത്രം എവിടെ നിന്നാണ് ഉണ്ടായത്? ബുദ്ധിഭേദ പരകൃത ഉദാഹോ തേ സ്വതോഭവത് ഭണ്യതാം ശ്രോതുകാമാനാം ഗുരൂണാം കുലനന്ദന. അസുരബാലനായ നിന്റെ ഈ വിപരീത ബുദ്ധി മറ്റാരെങ്കിലും ദുരുപദേശം ചെയ്യുകയാൽ ഉണ്ടായതാണോ, അതോ നിനക്ക് സ്വതേ തോന്നിയതോ? ഹേ കുലനന്ദന, നിന്റെ ഗുരുനാഥന്മാരായ ഞങ്ങളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സത്യം പറയുക. പ്രഹ്ലാദ ഉവാച. സ്വപരശ്ചേത്യ സദ്ഗ്രാഹഃ പുംസാം യന്മായയാ കൃതഃ വിമോഹിതധിയാം ദൃഷ്ടസ്തസ്മൈ ഭഗവതേ നമഃ. പ്രഹ്ലാദൻ പറഞ്ഞു, താനെന്നും അന്യനെന്നുമുള്ള ഭാവം പരമാർത്ഥമല്ലാത്തതായ ശരീരത്തിൽ ആത്മബുദ്ധി നിമിത്തം ഉണ്ടാകുന്നതാകുന്നു. വാസ്തവത്തിൽ എങ്ങും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ് ഏകനായിരിക്കയാൽ രണ്ടെന്നുള്ള വിചാരം ആസ്പദമില്ലാത്തതാകുന്നു. ആരുടെ ബുദ്ധി മായ നിമിത്തം മോഹിച്ചിരിക്കുന്നുവോ അവർക്ക് മാത്രമേ ഈ ഭാവം കാണപ്പെടുന്നുള്ളൂ. ഈ മിഥ്യാഭിനിവേശം, ശരീരത്തിൽ ആത്മഭാവന യാതൊരുവൻ്റെ മായാശക്തിയാൽ ജനങ്ങൾക്കുണ്ടാകുന്നുവോ, ഇങ്ങനെ അസത്യത്തെ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന മായയുടെ അതീശ്വരൻ യാതൊരുവനോ, ജ്ഞാനാദികളായ ഐശ്വര്യങ്ങളാൽ പരിപൂർണനായിരിക്കുന്ന ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അല്ലയോ ഗുരുഭൂതന്മാരെ, എൻ്റെ ബുദ്ധി ഭേദിച്ചിരിക്കുന്നു. അത് സ്വതേ ഉണ്ടായതോ അന്യന്മാർ വരുത്തിയതോ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയെ ഭഗവന്മായ മോഹിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വപരഭേദഭാവം ഉണ്ടായിരിക്കുന്നത്. എൻ്റെ ബുദ്ധിയിൽ ഞാനെന്നും അന്യനെന്നുമുള്ള ഭാവമില്ല. ശാസ്ത്രാദികൾ അഭ്യസിച്ചിരിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയെയും മോഹിപ്പിക്കുന്ന മായാശക്തിയുടെ അധീശ്വരനായ ആ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഈ വ്യാമോഹം ശമിക്കുകയുള്ളൂ. എനിക്ക് ഈ വിധം ഭേദഭാവമില്ലാത്തത് എന്തുകൊണ്ടെന്നാൽ, ഞാൻ മായാധീശനായ ആ ഭഗവാനെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ആ മായ എന്നെ മോഹിപ്പിക്കുന്നില്ല. വിദ്വാൻമാരെയും മോഹിപ്പിക്കുന്ന മായയുടെ അധീശ്വരനായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന വാക്യത്താൽ ഭഗവൻ മായാശക്തിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഉണ്ടായ ആശ്ചര്യത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. സയദാനുവ്രത പുംസാം പശുബുദ്ധിർ വിഭിദ്യതേ അന്യേഷ തദാന്യോഹം ഇതി ഭേദഗതാസതിഹി. എടാ, അസംബന്ധം പറയണ്ട, നിന്റെ ബുദ്ധിഭേദത്തിൻ്റെ കാരണം പറയുക, അതാണ് ഞങ്ങൾ ചോദിച്ചത് എന്ന് കുപിതന്മാരായിട്ട് ശോഭിക്കുന്ന ആചാര്യന്മാരോട് സമാധാനം പറയുന്നു. ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ എൻ്റെ ബുദ്ധി പ്രാകൃതന്മാരായ നിങ്ങളെപ്പോലെയുള്ളവരുടെ ബുദ്ധിയിൽ നിന്നും ഭേദിച്ചിരിക്കുന്നുവെന്ന് സൂചിപ്പിച്ചും കൊണ്ട് പറയുന്നു. മിഥ്യാഭൂതമായ ശരീരത്തെ ആത്മത്വേന ധരിക്കുന്നതുകൊണ്ട് അവിവേകികൾക്ക് ജനന മരണ രൂപാനർത്ഥ കാരണമായിരിക്കുന്ന അസതിയായ ബുദ്ധി ഉണ്ടാകുന്നു. അത് നിമിത്തം ശരീരത്തെ ലക്ഷ്യമാക്കിയിട്ട് ഇവൻ അന്യൻ, ഞാൻ അന്യൻ എന്ന് വിചാരിക്കുന്നു. ഈ വിചാരമാണ് അനർത്ഥകാരണം. പുരുഷന്മാരുടെ പുണ്യകർമ്മ ബല പരിഭാഗം വരുന്ന ഏതൊരവസരത്തിൽ ഭഗവാൻ അവർക്ക് അനുകൂലനായി വരുന്നുവോ അപ്പോൾ ഈ ഭേദഭാവം മൂലത്തോടുകൂടി നശിക്കുന്നു. ഭേദഭാവത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാന സ്വരൂപമായ മായ കാരണ ശരീരത്തോടുകൂടി നശിക്കുന്നു. ഇതിനാൽ സിദ്ധിച്ച ഉത്തരമെന്തെന്നാൽ, ശ്രീ ഭഗവാന്റെ പ്രസാദ നിമിത്തമാണ് എൻ്റെ ബുദ്ധിക്ക് പ്രാകൃത ബുദ്ധിയിൽ നിന്ന് ഭേദം സിദ്ധിച്ചത് എന്നാകുന്നു. സയേഷ ആത്മാ സ്വപരേത്യ ബുദ്ധിഭിർദുരത്യയാനുക്രമണോ നിരൂപ്യതേ മുഹ്യന്തി യദ്വർത്മനി വേദവാദിനോ ബ്രഹ്മാദയോ ഹേഷ ഭിനത്തിമേ മതീം. ഭേദം വാസ്തവമല്ല, ബുദ്ധിദോഷത്താൽ കൽപ്പിതമാണെന്ന് കാണിക്കുന്നു. സർവാന്തര്യാമിയായിരിക്കുന്ന ഞാൻ എന്ന ബോധത്തിൻ്റെ സ്വരൂപഭൂതനായിരിക്കുന്ന ഈ പരമാത്മാവ് ഒരുവൻ മാത്രമാണ് സത്യം. അവനെ തന്നെ അവിവേകികൾ താനെന്നും അന്യനെന്നുമുള്ള ഭാവത്താൽ ബഹുരൂപനായിട്ട് വിചാരിക്കുന്നു. അവൻ്റെ പരമാർത്ഥ സ്വരൂപ നിരൂപണം ദുർഘടം തന്നെ. വേദം നിർമ്മിച്ചവരും പഠിച്ചവരുമായ ബ്രഹ്മാദികൾ കൂടി ആ ഭഗവാന്റെ ലീലാവിശേഷങ്ങളെ നിർണയിക്കുന്നതിൽ മോഹിക്കുന്നു. സൃഷ്ടിയാദി ലീലകൾ നടത്തുന്ന ആ ഭഗവാൻ ഏതുവിധത്തിലാണ് നിർവികാരനും സ്വതന്ത്രനുമായിരിക്കുന്നത് എന്ന് നിശ്ചയിപ്പാൻ സമർത്ഥന്മാരാകുന്നില്ല. എൻ്റെ ബുദ്ധിയെ അസുരബാലന്മാരായ മറ്റുള്ളവരുടെ ബുദ്ധിയിൽ നിന്ന് ഭേദിപ്പിക്കുന്നത്.
യഥാ ഭ്രാമ്യതയോ ബ്രഹ്മൻ സ്വയമാകർഷസന്നിധോ തഥാ മേ ഭിദ്യതേ ചേതശ്ചക്രപാണേർ യദൃച്ഛയാ. ഹേ ബ്രാഹ്മണ, ജ്ഞാനിയായിരിക്കുന്ന അങ്ങ് ഞാൻ പറയുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. നിർവികാരനായ ഭഗവാൻ എൻ്റെ മതിയെ എങ്ങനെ ഭേദിപ്പിക്കും എന്ന് ശങ്കിക്കേണ്ട. ഭഗവാൻ സർവാന്തര്യാമിയുടെ നിലയിലല്ല എൻ്റെ മതിയെ ഭേദിപ്പിക്കുന്നത്. സാക്ഷാൽ ചതുർഭുജ സ്വരൂപേണ എനിക്ക് ദർശനം നൽകുകയും ആ ദിവ്യമംഗള വിഗ്രഹത്തെക്കുറിച്ച് എൻ്റെ ചിത്തം നിരന്തരം ചലിക്കുകയും ചെയ്യുന്നു. ആ സ്വരൂപത്തെ വിട്ടിരിക്കാൻ ചിത്തം സമർത്ഥമായിരിക്കുന്നില്ല. അയസ്കാന്തത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന ഇരുമ്പ് എന്ന ലോഹം മറ്റു കാരണമൊന്നുമില്ലാതെയും സ്വപ്രയോജനത്തോടു കൂടാതെയും താനേ തന്നെ എങ്ങനെ കാന്തത്തിൻ്റെ സമീപത്തിലേക്ക് ചലിക്കുന്നുവോ അതുപോലെ അറിയപ്പെടാതിരിക്കുന്ന കാരണം നിമിത്തം യാതൊരു ബലത്തെയും ആഗ്രഹിക്കാതെ തന്നെ എൻ്റെ ചിത്തം ചക്രവാണിയായ ശ്രീ ഭഗവാന്റെ സന്നിധിയിലേക്ക് ചലിക്കുന്നു. ഞാൻ ഏതു ജന്മത്തിൽ ചെയ്ത എന്തൊരു മഹാതപസ്സിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ എന്നിൽ ഈ കാരുണ്യമുണ്ടായത് എന്നറിയുന്നില്ല. ഇന്ന വിധമെന്ന് നിശ്ചയിപ്പാൻ കഴിയാത്ത ഭഗവത് ഇച്ഛ തന്നെ ഇതിനു കാരണമെന്നേ ഞാൻ കരുതുന്നുള്ളൂ. നാരദ ഉവാച. ഏതാവത് ബ്രാഹ്മണായോക്ത്വാ വിരരാമ മഹാമതിഃ തം നിർബൽസ്യാദ കുപിതഃ സദീനോ രാജസേവകഃ ആനീയ താമരേ വേത്രമസ്മാകമയശസ്കരഃ കുലാങ്കാരസ്യ ദുർബുദ്ധേ ചതുർത്ഥോസ്യോദിതോ ദമഃ. ശ്രീ നാരദൻ അരുളി ചെയ്തു. മഹാബുദ്ധിശാലിയായ പ്രഹ്ലാദൻ ബ്രാഹ്മണനോട് ഇത്രമാത്രം പറഞ്ഞ് വിരമിച്ചു. അനന്തരം ശുക്രപുത്രനായ ആചാര്യൻ കോപിച്ചു. പ്രഹ്ലാദനെ ഏറ്റവും ശകാരിച്ചു. സത്യമല്ലേ പ്രഹ്ലാദൻ പറഞ്ഞത്? കോപത്തിന് കാരണമില്ലല്ലോ എന്ന് ശങ്കിക്കേണ്ട. ബ്രാഹ്മണൻ രാജസേവ കൊണ്ട് ഉപജീവിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവനും രാജാവിൻ്റെ അതിർത്തി നിമിത്തം ഉപജീവനമാർഗം പോയിപ്പോകുമല്ലോ എന്ന വിചാരത്താൽ ദുഃഖിക്കുന്നവനും ആയതുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞ തത്വത്തെ ആദരിപ്പാൻ മാത്രം യോഗ്യതയുള്ളവനല്ല. അതിനാൽ ക്രോധത്തോടുകൂടി സമീപത്ത് നിൽക്കുന്ന രാജഭടനോട് പറഞ്ഞു, എടോ, ചൂരലെടുത്ത് കൊണ്ടുവരിക. ഇവൻ ഞങ്ങൾക്ക് ദുഷ്കീർത്തിയെ ജനിപ്പിക്കുന്നവനാകുന്നു. അതുമാത്രമല്ല, കുലത്തിനും നാശത്തെ വരുത്തുന്ന ദുർബുദ്ധിയായ ഇവനെ നന്നാക്കുവാൻ ഉപായങ്ങളിൽ നാലാമത്തേതായ ദണ്ഡോപായം പ്രയോഗിക്കണമെന്നാണ് ശാസ്ത്രദൃഷ്ട്യാ കാണുന്നത് എന്നുറക്കെ പറഞ്ഞു. ദൈദേയ ചന്ദനവനേ ജാതോയം കണ്ടകദ്രുമഃ യന്മൂലോന്മൂലപരശോർ വിഷ്ണോർനാളായിതോർഭഗഃ. അസുരന്മാരാകുന്ന ചന്ദനവനത്തെ നശിപ്പിക്കുന്ന മുള്ളുവൃക്ഷമായിട്ടാണ് ഈ ബാലകനിരിക്കുന്നത്. അതെങ്ങനെയെന്നാൽ അസുരവൃക്ഷത്തെ മൂലത്തോടുകൂടി മുറിച്ചു കളയുന്ന കോടാലിയാണ് വിഷ്ണു. ഇവൻ ആ കോടാലി പിടിച്ചു വെട്ടാൻ സഹായിക്കുന്ന നാളമാകുന്നു. മഴുത്തായ പിടിച്ചാണല്ലോ മഴുകൊണ്ട് വെട്ടിമുറിക്കുന്നത്. തായയില്ലെങ്കിൽ മഴുകൊണ്ട് മരം മുറിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ അസുരകുലം നശിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന വിഷ്ണുവിനെ സഹായിക്കുന്ന ഈ ബാലകൻ കുലനാശകൻ തന്നെ. ഇതിത്തം വിവിധോപായൈർ ഭീഷയം സ്തർജനാദിഭിഃ പ്രഹ്ലാദം ഗ്രാഹയാമാസ ത്രിവർഗസ്യോപപാദനം. ഇപ്രകാരം ആചാര്യൻ ശകാരിക്കുക, ദണ്ഡിക്കുക മുതലായ പലവിധോപായങ്ങൾ കൊണ്ട് അവനെ ഭയപ്പെടുത്തിയിട്ട് ധർമാർത്ഥ കാമങ്ങളെന്ന 3 വിധം പുരുഷാർത്ഥങ്ങളുടെ സ്വരൂപങ്ങളെയും വൈഭവങ്ങളെയും പറ്റി വിവരിക്കുന്ന ശാസ്ത്രം പഠിപ്പിച്ചു. തദയേനം ഗുരുജ്ഞാത്വാജ്ഞാതജ്ഞേയ ചതുഷ്ടയം ദൈത്യേന്ദ്രം ദർശയാമാസ മാതൃമൃഷ്ടമലങ്കൃതം. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ബാലകൻ സാമദാന ഭേദദണ്ഡങ്ങൾ എന്ന 4 ഉപായങ്ങളെ സംബന്ധിച്ച് അറിയേണ്ടത് സകലവും അറിഞ്ഞിരിക്കുന്നു. ഇനി രാജസന്നിധിയിൽ കൊണ്ടുപോയാൽ നല്ല സമ്മാനം ലഭിക്കും എന്നാലോചിച്ചും കൊണ്ട് മാതൃഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മാതാവ് സ്നാനം ചെയ്യിച്ച ആഭരണങ്ങൾ ധരിപ്പിച്ചു. ഗുരുനാഥൻ പ്രഹ്ലാദനെ ആഹ്ലാദത്തോടുകൂടി ഹിരണ്യകശിപുവിൻ്റെ അരികത്തേക്ക് കൊണ്ടുപോയി. പാദയോപതിതം ബാലം പ്രതിനന്ദ്യാശിഷാസുരഃ പരിഷ്യജ്യ ചിരം ദൗർഭ്യം പരമാമാപനിർവൃതിയും. ഉടനെ പ്രഹ്ലാദൻ താതപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ദീർഘായുഷ്മാനായി വരിക എന്ന് ഹിരണ്യകശിപു അനുഗ്രഹിച്ചു. 2 കൈകൾ കൊണ്ടുമെടുത്ത് മാറത്തണച്ച് ആലിംഗനം ചെയ്ത് പരമാനന്ദം അനുഭവിച്ചു. ആരോപ്യാംഗമവക്രായ മൂർധന്യശ്രുകലാംബുഭിഃ ആസിഞ്ചൻ വികസദ്വക്ത്രമിതമാഹ യുധിഷ്ഠിര. ഹേ യുധിഷ്ഠിര, അസുരാധിപൻ പുത്രനെ മടിയിലിരുത്തി ശിരസിൽ ചുംബിച്ചു. സന്തോഷാധിക്യത്താൽ ജനിച്ച കണ്ണീരുകൾ കൊണ്ട് പുത്രശരീരത്തെ അഭിഷേകം ചെയ്തു. വികസിച്ച മുഖത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു. ഹിരണ്യകശിപുരുവാച.
പ്രഹ്ലാദാനുച്യതാം താതാ സ്വദീദം കിഞ്ചിദുത്തമം കാലേനൈതാവതായുഷ്മൻ യദശിക്ഷത് ഗുരോർഭവാൻ. ഹിരണ്യകശിപു പറഞ്ഞു, ഹേ പ്രഹ്ലാദ, ഹേ ബാലക, ഹേ ആയുഷ്മൻ, ഇത്ര കാലം കൊണ്ട് നീ ഗുരുവിൽ നിന്ന് നന്നായി അഭ്യസിച്ച ഉത്കൃഷ്ടമായ ഏതാനുമൊന്ന് ഉച്ചരിക്കുക. പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണോः സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണോ ഭക്തിശ്ചേനവലക്ഷണ ക്രിയതേ ഭഗവദ്വിദ്യ തന്മന്യേതീതമുത്തമം. പ്രഹ്ലാദൻ പറഞ്ഞു, അങ്ങയാൽ നിശ്ചയിക്കപ്പെട്ട ഗുരുവിൽ ഗുരുത്വം ഞാൻ കാണാത്തതുകൊണ്ട് അദ്ദേഹം എന്നെ പഠിപ്പിച്ചതോ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതോ ഉത്തമത്വേന പറയത്തക്കതായിട്ട് ഒന്നുമില്ലാത്തതിനാൽ നാരദോപദേശത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഉത്തമ സംഗതി പറയാം എന്നുള്ള അഭിപ്രായത്തെ സൂചിപ്പിച്ചും കൊണ്ട് പറയുന്നു. സർവത്ര വ്യാപിച്ചു നിറഞ്ഞിരിക്കുന്ന ഭഗവാനായ ശ്രീ വിഷ്ണുവിൻ്റെ മാഹാത്മ്യത്തെ മഹാന്മാർ കീർത്തിക്കുന്നത് കേൾക്കുക, അതിനെ തന്നെ കീർത്തിക്കുക, ഭഗവത് സ്വരൂപത്തെ സ്മരിക്കുക, ഭഗവാനെ പരിചരിക്കുക, പൂജിക്കുക, വാക്കുകൊണ്ട് ഭഗവൻ നാമധേയം ഉച്ചരിക്കുക, ദേഹത്താൽ ദണ്ഡനമസ്കാരം ചെയ്യുക, ഭഗവാന്റെ ദാസനാണെന്നുള്ള ഭാവത്തോടുകൂടി അനുകൂലമായി ആചരിക്കുക, മിത്രമാണെന്നുള്ള ഭാവത്താൽ ഭഗവാനെ പൂർണ്ണമായി വിശ്വസിക്കുക, തൻ്റെ ശരീരത്തെയും ശരീരസംബന്ധികളായ ധനധാന്യ ഭവന ഭാര്യാപുത്രാദികളെയുമെല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കുക. എല്ലാം ഭഗവാന്റേതല്ലാതെ തൻ്റേതായിട്ട് ഒന്നുമില്ലെന്നുള്ള ദൃഢവിശ്വാസം നിമിത്തം അവരുടെ പരിപാലനത്തിനായിട്ട് ക്ലേശിക്കാതെ ഇരിക്കുക. തനിക്കുണ്ടായിരുന്ന പശു, കുതിര മുതലായ മൃഗങ്ങളെ അന്യനു വിറ്റുകഴിഞ്ഞാൽ അവയുടെ ദേഹരക്ഷാദികളെക്കുറിച്ച് പിന്നെ ചിന്തിക്കാത്തതുപോലെ ശരീരാദി സകല വസ്തുക്കളെയും ഭഗവാനായിട്ട് സമർപ്പിച്ചിട്ട് ചിന്താവിഹാനനായിരുന്ന ഭഗവാനെ ഭജിക്കുക. ഇങ്ങനെ 9 വിധം ലക്ഷണത്തോടുകൂടിയ ഭക്തിയെ, പരമപ്രേമത്തെ ബലകാംക്ഷ കൂടാതെ ഭഗവാനിൽ സമർപ്പിക്കുവാൻ മനുഷ്യൻ അഭ്യസിച്ചുവെങ്കിൽ അതിനെ ഉത്തമമായ അഭ്യാസമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഗുരുവിൽ നിന്ന് ഇപ്രകാരമുള്ള ഉപദേശം എനിക്ക് സിദ്ധിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതിൽ ഉത്തമത്വേന പറയാനായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. നിശമ്യേ തത് സുതവജോ ഹിരണ്യകശിപുസ്തദാ ഗുരുപുത്രമുവാചേദം രുഷാ പ്രസ്ഫുരിതാധരഃ. പുത്രൻ ഇപ്രകാരം പറയുന്ന വാക്യത്തെ കേട്ട് ഹിരണ്യകശിപു കോപിച്ച് ചുണ്ടുവിറച്ചു, സർവാംഗം കോപലക്ഷണം സ്ഫുരിച്ചു. ഗുരുപുത്രനോട് ഈ വിധം പറഞ്ഞു, ബ്രഹ്മബന്ധോ കിമേ തത്തേ വിഭക്ഷം ശ്രയദാ സദാ അസാരം ഗ്രാഹിതോ ബാലോ മാമനാധൃത്യ ദുർമദേ. എടോ ബ്രാഹ്മണാഭാസ, എന്താണ് നീ ചെയ്തിരിക്കുന്നത്? എൻ്റെ ശമ്പളത്തിൽ കഴിഞ്ഞുകൂടുന്ന നീ ദുർബുദ്ധി നിമിത്തം ലോഭത്താൽ ശത്രുഭാവത്തെ സ്വകാര്യമായി ആശ്രയിച്ചിരിക്കുകയാണല്ലോ. നിസ്സാരമായത് നീ ബാലനെ പഠിപ്പിച്ചിരിക്കുന്നുവല്ലോ. എന്നിൽ ഇത്രത്തോളം ആദരമില്ലാതെയായല്ലോ. കൊള്ളാം. സന്ദിഹ്യ സാധവോ ലോകേ ദുർമൈത്രാശ്ചമവേഷിണഃ തേഷാമുദേത്യഘം കാലേ രോഗപാതകിനാമിവ. മിത്രത്തിൻ്റെ ഭാവത്തിൽ വസിക്കുന്നു നീയെങ്കിലും എനിക്ക് വിരോധമായ പ്രവൃത്തി ചെയ്യുന്നു എന്നത് വന്നുകൂടാത്ത സംഗതിയല്ല. നല്ല വേഷം പുറമേ കാട്ടി ഉള്ളിൽ ദ്വേഷത്തോടുകൂടി ചതിക്കാൻ തക്കം നോക്കിയിരിക്കുന്ന ദുർജനങ്ങൾ ലോകത്തിലുണ്ട്. ബ്രഹ്മഹത്യ, സുരാപാനം മുതലായ മഹാപാതകങ്ങൾ ചെയ്തവർക്ക് ക്ഷയരോഗം മുതലായവ പിടിപെടുമ്പോൾ അവരുടെ ജന്മാന്തര കൃതപാപം സ്പഷ്ടമാകുന്നതുപോലെ വഞ്ചകന്മാരായവരുടെയും ഉള്ളിലിരിക്കുന്ന ദോഷവിചാരം ചിലപ്പോൾ പുറമേ പ്രകാശിക്കും. അതുപോലെ മിത്രഭാവത്തിൽ പറ്റിക്കൂടിയിരിക്കുന്ന നീ എന്നെ ദ്രോഹിപ്പാൻ തരം നോക്കിയിരിക്കുന്ന ശത്രുവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗുരുപുത്ര ഉവാച. ന മത്പ്രണീതം ന പരപ്രണീതം സുതോ വദത്യേഷ തവേന്ദ്രശത്രോ നൈസർഗികീയം മതിരസ്യ രാജൻ നിയച്ച മന്നും കതദാസ്മമാനഃ. ഗുരുപുത്രൻ പറഞ്ഞു, ഹേ ഇന്ദ്രശത്രോ, ഹേ രാജൻ, അങ്ങയുടെ ഈ പുത്രൻ പറയുന്നത് ഞാൻ പഠിപ്പിച്ചതുമല്ല, മറ്റൊരുവൻ പഠിപ്പിച്ചതുമല്ല. ഇവൻ ഈ ബുദ്ധി ജന്മന സിദ്ധിച്ചതാകുന്നു. ഞങ്ങളിൽ കുൽസിതമായ ദോഷം ആരോപിക്കേണ്ട, കോപത്തെ അടക്കുക. രാജാക്കന്മാർ സൂക്ഷ്മതത്വം ധരിക്കാതെ കോപിക്കുന്നത് ഉചിതമല്ല. ഞങ്ങളുടെ സഹായം കൊണ്ടു തന്നെയാണ് ഇന്ദ്രശത്രുവിൻ്റെ നിലയിൽ ജീവിച്ചിരിക്കാൻ അങ്ങയ്ക്ക് സാധിക്കുന്നത്. നാരദ ഉവാച. ഗുരുണൈവം പ്രതിപ്രോക്തോ ഭൂയ ആഹാസുരസുതം നചേത് ഗുരുമുഖീയം തേ കുതോ ഭദ്രാസിദീ മതിഹി. നാരദൻ അരുളി ചെയ്തു. ഇപ്രകാരം ഗുരു പറഞ്ഞപ്പോൾ ഹിരണ്യകശിപു പിന്നെയും പുത്രനോട് പറഞ്ഞു,
എടാ കുലനാശന, ഇത് ഗുരു പഠിപ്പിച്ചതല്ലെങ്കിൽ അശോഭനമായ ഈ ബുദ്ധി നിനക്ക് എങ്ങനെയുണ്ടായി? പ്രഹ്ലാദ ഉവാച മതിർന്ന കൃഷ്ണേ പരതസ്വതോ വാ മിതോ വിപദ്യേത ഗൃഹവ്രതാനാം അധാന്തഗോഭിർവിശദാം തമിശ്രം പുനഃപുനശ്ചർവിതചർവണാനാം. പ്രഹ്ലാദൻ പറഞ്ഞു, ഗൃഹത്തിൽ നിന്നേ സുഖം സിദ്ധിക്കുകയുള്ളൂ എന്ന് നിശ്ചയിച്ചിരിക്കുന്നവരും എത്ര കാലം അനുഭവിച്ചാലും തൃപ്തിപ്പെടാത്ത ഇന്ദ്രിയങ്ങൾക്ക് അധീനന്മാരായിട്ട് അനുഭവിച്ച ആ തുച്ഛ സുഖാഭാസങ്ങളെ തന്നെ പിന്നെയും പിന്നെയും സമ്പാദിപ്പാനായി ക്ലേശിക്കുന്നവരുമായ സംസാരാസക്തന്മാരുടെ ബുദ്ധി സ്വതേ തന്നെയോ ഇമാതിരി ഗുരുക്കന്മാരുടെ ഉപദേശത്താലോ അന്യോന്യ സഹായത്താലോ സർവപാപങ്ങളെയും നിശേഷം നശിപ്പിച്ച് ഭക്തന്മാർക്ക് പരമാനന്ദത്തെ നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ പ്രവേശിക്കുകയില്ല. മഹൽ സേവ കൊണ്ടും ഭഗവത് അനുഗ്രഹം കൊണ്ടും മാത്രമേ ഭക്തി ഉണ്ടാകുകയുള്ളൂ എന്നാണ് അഭിപ്രായം. നദേ വിദുസ്വാർത്ഥഗതിം ഹി വിഷ്ണും ദുരാശയായേ ബഹിരർത്ഥമാനിനഃ അന്തായദാന്തൈരുപനീയമാനാസ്തേപീശതന്ധ്യം നിബദ്ധാഃ. സ്വതേ തന്നെയോ അന്യനിൽ നിന്നുള്ള ഉപദേശത്താലോ ശ്രീകൃഷ്ണനിൽ മനസ്സു പ്രവേശിക്കുകയില്ലെന്ന് പറഞ്ഞതിനെ തന്നെ ഒന്നുകൂടി സ്പഷ്ടമാക്കുന്നു. രാഗാദിദോഷങ്ങളാൽ ദുഷ്ടമായിരിക്കുന്ന അന്ധക്കരണം വിഷയസുഖങ്ങളെ അന്വേഷിക്കുന്നതല്ലാതെ ഗുണാതീതനായിരിക്കുന്ന വിഷ്ണുവിൽ പ്രവേശിക്കുകയില്ല. അതിനാൽ ദുരാശയന്മാരുടെ മനസ്സിൽ സ്വതേ തന്നെ വിഷ്ണുഭക്തി ഉണ്ടാകുകയില്ല. പിന്നെ അവരാശ്രയിക്കുന്നത് ആരെയായിരിക്കും? അവരുടെ മനസ്സിന് സുഖം തോന്നുന്ന വിധം ഉപദേശിക്കുവാൻ സമർത്ഥന്മാരായ വിഷയികളെ തന്നെ ആചാര്യത്വേന വരിക്കുവാനാണ് അവർക്ക് താല്പര്യമുണ്ടാകുക. ആത്മഭിന്നങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ തന്നെ പരമാർത്ഥ ബുദ്ധിയ സേവിക്കുന്നവരെ ആചാര്യത്വേന വരിക്കുന്നതുകൊണ്ട് അവരുടെ ഉപദേശവും വിഷയവിരക്തിയെ ജനിപ്പിക്കുന്നതിനോ ഭഗവത് ഭക്തിയെ ഉദ്ഭവിപ്പിക്കുന്നതിനോ സമർത്ഥമായി വരികയില്ല. ബ്രാഹ്മണാദി വർണ്ണഭേദങ്ങൾ, സ്വർഗാദികളായ നാനാവിധ ലോകങ്ങൾ, ആ ലോകങ്ങളിലുള്ള അക്ഷയഭോഗങ്ങൾ എന്നിവയെ പ്രാപിപ്പാൻ ഉപകരിക്കുന്ന അനേകവിധ കർമ്മങ്ങൾ, ഇങ്ങനെ നാമരൂപഭേദ കൽപ്പനകളാകുന്ന നൂലിഴകൾ അനേകം ചേർത്ത് പിരിച്ചുണ്ടാക്കിയ വേദവാക്കാകുന്ന നീണ്ട കയറിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ് ആചാര്യന്മാർ. അവരുടെ ഉപദേശത്തെ രക്ഷയായി വിചാരിക്കുന്നവർ, അന്ധന്മാരാൽ സഹായിക്കപ്പെടുന്ന അന്ധന്മാർ നേർവഴി ചേരാതെ കുണ്ടിൽ വീഴുന്നതുപോലെ വിഷയസമുദ്രത്തിൽ തന്നെ മുങ്ങിപ്പൊങ്ങി വലയുന്നതല്ലാതെ അതിൽ നിന്ന് രക്ഷ കിട്ടുവാൻ അർഹരായി വരികയില്ല. ആത്മാവിൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയുന്നതാണ് പരമപുരുഷാർത്ഥമായ മോക്ഷം എന്നുറച്ചിരിക്കുന്നവർക്ക് മാത്രമേ വിഷ്ണുവിനെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ വിഷയലംബടന്മാരായ ആചാര്യന്മാരെ ആശ്രയിക്കുന്നതുകൊണ്ടും ശ്രീകൃഷ്ണ ഭക്തി ഉണ്ടാകുകയില്ല. നൈഷാം മതിസ്താവതുരുക്രമാംഗ്രീം സ്പൃശത്യനർത്ഥാപഗമോ യദർത്ഥഃ മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. ആത്മസ്വരൂപനായ ശ്രീഹരിയെ മാത്രമല്ലാതെ അന്യമായുള്ള യാതൊന്നിനെയും ലേശം പോലും കാക്ഷിക്കാതെ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന മഹാത്മാക്കളുടെ പാദപത്മധൂളിയെ ശരണം പ്രാപിക്കാതെ എത്ര കാലം ഇരിക്കുന്നുവോ അത്ര കാലവും ഇവരുടെ സംസാരാസക്തന്മാരുടെ ബുദ്ധി ശ്രീ ഭഗവാന്റെ പാദകമലത്തിൽ പ്രവേശിക്കുകയില്ല. ഭഗവത് പാദസ്പർശനം ഏതൊരു ബുദ്ധിക്ക് ലഭിക്കുന്നുവോ ആ ബുദ്ധിയുടെ പരമോദ്ദേശം അനർത്ഥാസ്പദമായിരിക്കുന്ന സംസാരത്തിൽ നിന്ന് നിവൃത്തി കിട്ടണമെന്ന് മാത്രമായിരിക്കും. ലൗകിക സുഖവിഷയങ്ങളിൽ രമിക്കുന്ന ബുദ്ധി ഭഗവത് പാദത്തെ സ്പർശിച്ചിട്ടില്ലാത്തത് തന്നെ. മഹത്പാദ ശരണാഗതി തന്നെ അനർത്ഥനാശത്തിനുള്ള പരമോപായം. മഹാത്മാവായ നാരദമുനിയുടെ അനുഗ്രഹത്താൽ തന്നെയാണ് എനിക്ക് ഭഗവത് ഭക്തി ഉണ്ടായിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചു. യുക്ത്യുക്തോ പരദം പുത്രം ഹിരണ്യകശിപൂരുഷ അന്തീകൃതാത്മാ സോത്സംഗാൻ നിരസ്യത മഹീതലേ. ഇപ്രകാരം പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന പുത്രനെ ദേഷ്യത്താൽ വിവേകശൂന്യനായ ഹിരണ്യകശിപു മടിയിൽ നിന്ന് നിലത്ത് തള്ളിയിട്ടു. ആഹാമർഷരുഷാവിഷ്ടഃ കഷായീഭൂതലോചനഃ വദ്യതാമാശ്വയം വദ്യോ നിസാരയതനൈർഹൃദാഃ. സഹിക്കായ്മയും ദേഷ്യവും ഹിരണ്യകശിപുവിനെ ഏറ്റവും ബാധിച്ചു. കണ്ണുകൾ ചുവന്നു. അരികത്തുള്ള രാക്ഷസന്മാരോട് പറഞ്ഞു, ഹേ രാക്ഷസന്മാരെ, നിങ്ങളിവനെ ഇവിടെ നിന്ന് ദൂരെ കൊണ്ടുപോയി വധിക്കുവിൻ. കാലതാമസം വരുത്തരുത്. ഇവൻ വധശിക്ഷ അനുഭവിക്കേണ്ടവനാകുന്നു. അയം മേ ഭ്രാതൃഹാസോയം ഹിത്വാ സ്വാൻ സുഹൃദോദമഃ പിതൃവ്യഹന്തുർയപാദോ വിഷ്ണോർദാസവദർച്ചതി. ഇവൻ എൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ കൊന്നവനാകുന്നു. അതുകൊണ്ടിവനെ വധിക്കുക തന്നെ വേണം.
ഹിരണ്യാക്ഷനെ വിഷ്ണുവല്ലയോ കൊന്നത്, ഇവനല്ലല്ലോ എന്ന ശങ്ക വേണ്ട. പിതാവായ എന്നെയും മറ്റു സുഹൃത്തുക്കളെയും ഉപേക്ഷിച്ച് ഇവൻ്റെ ഇളയച്ചനെ കൊന്ന വിഷ്ണുവിൻ്റെ പാദങ്ങളെ ദാസനെന്നുപോലെ പൂജിക്കുന്ന അധമനായ ഇവൻ ആ വിഷ്ണു തന്നെ. ശത്രുവും ശത്രുപക്ഷത്തിലുള്ളവനും ഭേദമില്ല. അതിനാൽ വധ്യനാണെന്ന് ഉറച്ചുകൊള്ളുവിൻ. വിഷ്ണുഭക്തൻ വിഷ്ണു തന്നെ എന്ന അർത്ഥാൽ സിദ്ധിച്ചു. വിഷ്ണോർവാ സാധ്വസൗഖിന്യോ കരിഷ്യത്യസമഞ്ജസഃ സൗഹൃദം ദുസ്ത്യജം പിത്രോരഹായ പഞ്ചഹായനഃ. വിശ്വാസയോഗ്യനല്ലാത്ത ഇവനെ വിഷ്ണുവും സ്വീകരിക്കുകയില്ല. അതിനീചനായവൻ വിഷ്ണുവിന് എന്തൊരുപകാരം ചെയ്യും? ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതിനീചനാണിവനെന്ന് വിഷ്ണു എങ്ങനെ അറിയുമെന്നാൽ പറയാം. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലന് മാതാപിതാക്കന്മാരിൽ ഉള്ള സ്നേഹം ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് അല്ല. ഇവൻ ആ സ്നേഹത്തെയും ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി ആരെയാണ് ഇവൻ സ്നേഹിക്കുക? ഇതറിയുവാൻ വിഷ്ണുവിന് ബുദ്ധിയില്ലാതെ വരുമോ? പരോപ്യപത്യം ഹിതകൃത്യദൗഷധം സ്വദേഹജോപ്യമയവത്സുതോഹിതഃ ചിന്ത്യാത്തദംഗം യദുദാത്മനോഹിതം ശേഷം സുഖം ജീവതി യദ്വ്യർജനാത്. ഇവൻ എൻ്റെ പുത്രനായകയാൽ എങ്ങനെ വധിക്കുമെന്ന് ശങ്ക നിങ്ങൾക്കുണ്ടാകരുത്. എന്തുകൊണ്ടെന്നാൽ ഹിതം ചെയ്യുന്ന ഒരുവൻ അന്യനായിരുന്നാലും അവനെ പുത്രനായിട്ട് വിചാരിച്ച് സംരക്ഷിക്കണം. ശരീരത്തിന് ഹിതമായ ഔഷധം കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ നട്ടുനനച്ച് വളർത്തി രക്ഷിക്കാറുണ്ടല്ലോ. ഹിതകാരിത്വമാണ് പുത്രലക്ഷണം. സ്വശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച പുത്രനായിരുന്നാലും ദോഷകാരി എന്ന് വന്നാൽ അവനെ ഹനിക്കുക തന്നെ വേണം. തൻ്റെ ദേഹത്തിൽ നിന്നുണ്ടായതാണെന്ന ഭാവത്താൽ രോഗത്തെ വർദ്ധിപ്പിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? അഹിതം ആരു ചെയ്യുന്നുവോ അവൻ വധ്യൻ തന്നെ. സ്വശരീര അവയവങ്ങളിൽ തന്നെ ഏതെങ്കിലും ഒരു അവയവത്തിന് കേടുതട്ടുകയും അത് നിമിത്തം ശരീരം നശിക്കുമെന്നും ആ അവയവം മുറിച്ചു കളഞ്ഞാൽ ദോഷം തീരുമെന്നും കണ്ടാൽ ദുഷ്ടമായ അംഗത്തെ മുറിച്ചു കളയുക തന്നെ വേണം. എന്നാൽ ബാക്കിയുള്ള അവയവങ്ങളോടുകൂടി ശരീരം സുഖമായിരിക്കുമല്ലോ. സ്വശരീരത്തിൻ്റെ ഏകദേശാംശത്തെ തന്നെ മുറിച്ചു കളയണമെന്ന് വരുമ്പോൾ ശരീരത്തെ സംബന്ധിച്ചിരിക്കുന്ന പുത്രമിത്രാദികളെ നശിപ്പിക്കുവാൻ മടിക്കുകയില്ലെന്ന് നിശ്ചയമല്ലയോ? സർവൈരുപായൈർഹന്തവ്യ സംഭോജശയനാസനൈഃ സുഹൃല്ലിംഗതരശത്രുർമുനേർദുഷ്ടമിവേന്ദ്രിയം. പുത്രഭാവത്തിലിരിക്കുന്ന ഇവൻ പരമാർത്ഥത്തിൽ ശത്രുവായതുകൊണ്ട് ഭക്ഷണപദാർത്ഥങ്ങളിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടോ ഉറങ്ങുന്ന സമയത്തിൽ ശസ്ത്രപ്രയോഗം കൊണ്ടോ വിശ്വാസപൂർവം ഒരുമിച്ചിരിക്കുന്ന തക്കം നോക്കി പ്രഹരിച്ചിട്ടോ സർവോപായങ്ങളെ കൊണ്ടും ഇവനെ വധിക്കണം. ശബ്ദാദി വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നതിനാൽ സമാധി സുഖവിഘ്നം വരുത്തുന്ന ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളെ അടക്കുവാൻ മുനി പലവിധോപായങ്ങളും ഉപയോഗിക്കുന്നത് പോലെ ഏത് വിധോപായങ്ങൾ കൊണ്ടെങ്കിലും നിങ്ങളിവനെ നിഗ്രഹിക്കണം. എളുപ്പത്തിൽ ഇവനെ വധിക്കുവാൻ സാധിക്കുകയില്ലെന്നുള്ള അഭിപ്രായം ഹിരണ്യകശിപുനുണ്ടായിക്കഴിഞ്ഞു. നൈർദാസ്തേ സമാധിഷ്ഠ ഭർത്താവൈശൂലപാണയഃ തിഗ്മദംഷ്ട്രകരാളസ്യ താമ്രശ്മശ്രുശിരോരുഹാഃ ദദന്തോ ഭൈരവാൻ നാദാം ചിന്തിബിന്ദീതിവാദിനഃ അസീനം ചാഹനൻ ശൂലൈഃ പ്രഹ്ലാദം സർവമർമ്മസു. സ്വാമിയായ ഹിരണ്യകശിപുവിനാൽ ആജ്ഞാപിക്കപ്പെട്ടവരും മൂർച്ചയുള്ള ദംഷ്ട്രകൾ നിമിത്തം ഭയങ്കരമായ മുഖത്തോടുകൂടിയവരും ചെമ്പിച്ച മുഖരോമങ്ങളും തലമുടിയുമുള്ളവരും കൈകളിൽ ശൂലം മുതലായ ആയുധങ്ങൾ ധരിച്ചവരുമായ ആ രാക്ഷസന്മാർ ഭയങ്കര ശബ്ദം പുറപ്പെടുവിച്ചും കൊണ്ട് അവനെ മുറിക്കുക, അവയവങ്ങൾ ഭേദിക്കുക എന്നിങ്ങനെ അന്യോന്യം കൽപ്പിക്കുന്നവരായിട്ട് ഒരു സ്ഥാനത്തിൽ സ്വസ്ഥനായിരിക്കുന്ന പ്രഹ്ലാദൻ്റെ ജീവസ്ഥാനങ്ങളിൽ ശൂലായുധങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. പരേ ബ്രഹ്മണ്യ നിർദ്ദേശേ ഭഗവത്യഖിലാത്മനി യുക്താത്മന്യബല ആസൻ അപുണ്യസ്യേവ സത്ക്രിയാഃ. ദൈത്യന്മാർ ചെയ്ത ആയുധപ്രഹാരങ്ങൾ പ്രഹ്ലാദനിൽ അബലങ്ങളായി ഭവിച്ചു. എന്തുകൊണ്ടെന്നാൽ സർവൈശ്വര്യ പരിപൂർണനും എല്ലാറ്റിലും ആത്മാവായിരിക്കുന്നവനും വാക്കിന് വിഷയമല്ലാത്തവനും നിർവികാരനുമായ ഈശ്വരനോടുകൂടി പ്രഹ്ലാദൻ്റെ മനസ്സ് ഐക്യം പ്രാപിച്ചിരുന്നതിനാൽ ഭഗവൻ മഹിമ നിമിത്തം ആയുധങ്ങൾ കൊണ്ട് രാക്ഷസന്മാർ ചെയ്ത പ്രഹാരങ്ങൾ ഭാഗ്യമില്ലാത്ത ജനങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങളെന്ന പോലെ നിഷ്ഫലങ്ങളായി ഭവിച്ചു. പ്രയാസേ ബഹദേ തസ്മിൻ ദൈത്യേന്ദ്രപരിശങ്കിതഃ ചകാര തദ്വദോപായാൻ നിർബന്ധേന യുധിഷ്ഠിര. ഹേ യുധിഷ്ഠിര, രാക്ഷസന്മാരുടെ ശൂലാദ്യായുധങ്ങൾ കൊണ്ടുള്ള പ്രഹരങ്ങൾ പ്രഹ്ലാദനിൽ നിഷ്ഫലങ്ങളായപ്പോൾ ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ തൻ്റെ മരണത്തിനും കാരണഭൂതനായി വരുമോ എന്നുള്ള ശങ്കയുണ്ടായതിനാൽ
ഏതെങ്കിലും വിധത്തിൽ ഹനിക്കണമെന്നുള്ള നിർബന്ധത്തോടെ പലവിധങ്ങളായ വധോപായങ്ങൾ പ്രയോഗിച്ചു. ദിഗ്ജൈർദന്തശൂകേശ്ച അഭിചാരാവപാദനൈഃ മായാഭിസന്നിരോധൈശ്ച ഗരദാനൈരഭോജനൈഃ ഹിമവായഗ്നിസലിലൈഃ പർവ്വതാക്രമണൈരപി ന ശശാകയദാ ഹന്തും അപാപമസുരസുതം ചിന്താം ദീർഘതമാം പ്രാപ്തസ്തത്കർത്തൃം നാഭ്യപദ്യത. ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാൻ ചെയ്ത പരിശ്രമങ്ങൾ സംക്ഷേപിച്ചു പറയുന്നു. ദിഗ്ഗജങ്ങളെക്കൊണ്ട് കുത്തിച്ചു, വിഷമേറിയ പാമ്പുകളെക്കൊണ്ട് കടിയേൽപ്പിച്ചു, ആഭിചാരം ചെയ്ത് ഭൂതങ്ങളെ ഉദ്ഭവിപ്പിച്ച് അവരെക്കൊണ്ട് ഉപദ്രവം ഏൽപ്പിക്കുവാൻ ശ്രമിച്ചു. പർവ്വതാദികളായ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിട്ടു. ശമ്പരൻ മുതലായവരെ കൊണ്ട് മായാപ്രയോഗങ്ങൾ ചെയ്യിച്ചു. വലുതായ കുഴി ഭൂമിയിലുണ്ടാക്കി അതിൽ കിടത്തി മണ്ണിട്ടുമൂടി ശ്വാസനിരോധം ചെയ്തു. വിഷം കൊടുപ്പിച്ചു. ആഹാരം കൊടുക്കാതെ പട്ടിണിയിട്ടു നോക്കി. മഞ്ഞു കട്ടകളിൽ കിടത്തി, കാറ്റത്തു കിടത്തി, കൈകാലുകൾ ബന്ധിച്ച് ഉജ്ജ്വലിക്കുന്ന അഗ്നിയിലിട്ടു. വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തി മീതെ ഭാരവും വെച്ചു. പർവ്വതങ്ങൾ ശരീരത്തിന്മീതെ ഇട്ടമർത്തി. ഇങ്ങനെയുള്ള പല മാർഗങ്ങളെയും ഉപയോഗിച്ചിട്ടും നിഷ്പാപനായ പുത്രനെ ഹനിപ്പാൻ ശക്തനായില്ല. വധിക്കാനുള്ള യാതൊരു ഉപായവും കണ്ടുകിട്ടാതെയായപ്പോൾ ഹിരണ്യകശിപുവിന് അവസാനിക്കാത്ത ചിന്തയുണ്ടായി. ഏഷ മേ ബഹ്വസാദൂക്തോ വധോപായാശ്ച നിർമ്മിതാഃ തൈസ്ത്രൈദ്രോഹൈരസദ്ധർമ്മൈർമുക്തസ്വേനൈവ തേജസ. ഇവനോട് പരുഷവാക്കുകൾ പലതും പലപ്പോഴും ഞാൻ പറഞ്ഞു നോക്കി, ഫലിച്ചില്ല. ശൂലഘാതം മുതലായ ദ്രോഹങ്ങൾ കൊണ്ടും നിഷിദ്ധങ്ങളായ ആഭിചാരകർമ്മങ്ങൾ ചെയ്തിട്ടും വധിപ്പാനുള്ള പലവിധോപായങ്ങൾ പ്രയോഗിച്ചു. അവയെല്ലാം മറ്റാരുടെയും സഹായം കൂടാതെ അവൻ്റെ ശക്തിയാൽ തന്നെ നിരസിക്കപ്പെട്ടു. ആപത്തുകൾക്ക് അവനെ തൊടാൻ പോലും സാധിച്ചില്ല. വർത്തമാനോ വിദൂരേ വൈ ബാലോപ്യജടധീരയം ന വിസ്മരതി മേ നാര്യം ശുനശേഫ ഇവ പ്രഭുഃ. ത്രിലോകങ്ങളെയും കീഴടക്കിയിരിക്കുന്ന ധീരനായ എൻ്റെ അരികത്തു തന്നെ വസിക്കുന്ന ഒരു ബാലനാണെങ്കിലും ഞാൻ ചെയ്ത ദുഷ്പ്രവൃത്തികൾ നിമിത്തം ഇവൻ്റെ ബുദ്ധിക്ക് ലേശവും ഇളക്കമോ ഭയമോ നേരിട്ടതായി കാണുന്നില്ല. ഞാൻ ചെയ്തിരിക്കുന്ന ഈ ദ്രോഹവൃത്തികളെ ശുനശേഫനെന്ന പോലെ ഇവനും മറന്നുകളയുകയില്ല. എന്നെ വധിപ്പാൻ കൂടി ഇവൻ സമർത്ഥനുമാകുന്നു. അജീകർത്തൻ്റെ മധ്യമപുത്രനായ ശുനശേഫനെ മാതാപിതാക്കന്മാർ ഹരിശ്ചന്ദ്രന് വിലക്കി വിറ്റു. അവൻ ആ പ്രവൃത്തിക്ക് പകരം ചെയ്യാനായിട്ട് വിശ്വാമിത്രൻ്റെ കക്ഷിയിൽ ചേർന്ന് മാതാപിതാക്കന്മാർക്ക് ദോഷം ചെയ്ത കഥ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്രേയാനുഭാവോയം അകുതശ്ചിദ്ഭയോമരഃ നൂനമേതദ്വിരോധേന മൃത്യുർമേ ഭവിധാനവ. ഇവൻ്റെ അനുഭാവത്തിന് കണക്കില്ല. ഇവൻ എത്രത്തോളം മാഹാത്മ്യമുള്ളവനെന്ന് നിശ്ചയിപ്പാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ യാതൊന്നിൽ നിന്നും ഇവന് ഭയം കാണുന്നില്ല. അതിനാൽ ഇവന് മരണവുമില്ല നിശ്ചയം. ഇവനോടുള്ള വിരോധത്താൽ എനിക്ക് നാശം ഭവിക്കും. മറ്റൊരു വിധത്തിലും എനിക്ക് മരണം നേരിടുകയില്ല. ഇദിതം ചിന്തയാ കിഞ്ചിൻ മ്ലാനശ്രിയമതോമുഖം ഷണ്ഡാമർക്കോ ഔശനസോ വിവിക്തൈദിഹോജതുഹു. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രസാദമില്ലാതെ മുഖവും താഴ്ത്തിയിരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ സമീപത്തിൽ ശുക്രമുനിയുടെ പുത്രന്മാരായതിനാൽ നീതി നിപുണന്മാരായ ഷണ്ഡാമർക്കന്മാർ ഏകാന്ത സ്ഥലത്തിൽ വെച്ച് ഈ വിധം പറഞ്ഞു. ജിതം ത്വയൈകേന ജഗത്രയം ബ്രുവോർ വിജൃംഭണസ്ത്രസ്തസമസ്തധിഷ്ണ്യഭം ന തസ്യ ചിന്യം തവ നാദചക്ഷ്മഹേ ന വൈ ശിശൂനാം ഗുണദോഷയോപദം. പുരികങ്ങളുടെ ചലനമാത്രത്താൽ തന്നെ ലോകപാലന്മാർ സകലരും ഭയപ്പെട്ടോടിയതിനാൽ ഏകനായ അങ്ങ് പ്രയാസം കൂടാതെ 3 ലോകങ്ങളെയും ജയിച്ചിരിക്കുന്നു. ഹേ സ്വാമിൻ, അത്ര ശൂരനായ അങ്ങയ്ക്ക് ചിന്തയുണ്ടാവാനുള്ള കാരണം ഞങ്ങൾ കാണുന്നില്ല. പ്രഹ്ലാദം ശത്രുപക്ഷത്തിൽ ചേർന്നിരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കത്തക്കതല്ലയോ എന്നാണ് അങ്ങയുടെ വിചാരമെങ്കിൽ ബുദ്ധിയുറയ്ക്കാത്ത കുട്ടികളുടെ ചരിത്രം ഗുണദോഷ ചിന്തനത്തിന് വിഷയമല്ല. ഇമം തു പാശൈർവരുണസ്യ ബദ്ധ്വാ നിദേഹി ഭീതോ ന പലായതേ യദാ ബുദ്ധിശ്ച പുംസോ വയസാര്യസേവയാ യാവത് ഗുരുർ ഭാർഗവ ആഗമിഷ്യതി. എന്നാൽ ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് ഉപദേശിക്കുന്നു. ഇവനെ വരുണപാശം കൊണ്ട് ബന്ധിക്കണം. ഭയപ്പെട്ട് ഓടാതിരിക്കത്തക്ക വിധം ഒരു സ്ഥാപനത്തിൽ വെച്ച് സൂക്ഷിക്കണം. ഞങ്ങളുടെ പിതാവായ അങ്ങയുടെ ആചാര്യൻ ശുക്രമുനി വരുന്നതുവരെ ആ നിലയിൽ കിടക്കട്ടെ. വയസ്സു കുറെ അധികരിക്കുന്നതുകൊണ്ടും ആര്യ സംസർഗം കൊണ്ടും ജനങ്ങൾ ബുദ്ധിദോഷം നീങ്ങി നല്ല മാർഗത്തിൽ പ്രവേശിക്കുന്നത് പതിവാകുന്നു.
തദേതി ഗുരുപുത്രോക്തം അനുജ്ഞായേതമബ്രവീത് ധർമ്മ ഹ്യസ്യോപദേഷ്ടവ്യ രാജ്ഞാം ഏ ഗൃഹമേദിനാം. ഗുരുപുത്രന്മാരുടെ വാക്കിനെ അനുവദിച്ച ശേഷം അവരോട് ഈ വിധം പറഞ്ഞു: ഗൃഹസ്ഥാശ്രമത്തെ അനുസരിച്ചിരിക്കുന്ന രാജാക്കന്മാർ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മങ്ങളെ നിങ്ങളിവനെ അഭ്യസിപ്പിക്കണം. ധർമ്മമർത്ഥം ച കാമം ച നിതരാം ചാനുപൂർവശഃ പ്രഹ്ലാദായോചതൂരാജൻ പ്രസൃതാവനതായ ച. ഹേ രാജാവേ, ഇപ്രകാരം കൽപ്പിക്കപ്പെട്ട ഗുരുപുത്രന്മാർ രാജാക്കന്മാർക്ക് അത്യാവശ്യമായ ധർമാർത്ഥ കാമങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രം ഒന്നോടൊന്നിനെ യോജിപ്പിച്ചുകൊണ്ട് നിരന്തരം ഉപദേശിച്ചു. വളരെ താഴ്മയോടും അടക്കത്തോടും നമസ്കാരത്തോടും കൂടി പ്രഹ്ലാദൻ അവർക്ക് അധീനനായുമിരുന്നു. ഒരു സച്ചിഷ്യൻ ആചാര്യന്മാരിൽ ഏതുവിധം വർത്തിക്കണമോ ആ നിലയിലിരുന്നു എന്ന് സാരം. യഥാ ത്രിവർഗം ഗുരുവിരാത്മനെ ഉപശിക്ഷിതം ന സാധുമേനേ തച്ചിക്ഷാം ദ്വന്ദ്വാരാമോപവർണിതാം. ഗുരുക്കന്മാരിൽ വിനയവും അനുസരണയും ഉള്ളവനായിരുന്നുവെങ്കിലും അവർ അഭ്യസിപ്പിച്ച ധർമാർത്ഥ കാമങ്ങളെന്ന 3 പുരുഷാർത്ഥങ്ങളും ഗ്രാഹ്യങ്ങൾ എന്നാകട്ടെ രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളിൽ അത്യന്തം രമിക്കുന്ന അവർ ചെയ്യുന്ന ഉപദേശം നിർദോഷമാണെന്നാകട്ടെ പ്രഹ്ലാദൻ വിചാരിച്ചില്ല. യഥാചാര്യപരാവൃത്തോ ഗൃഹമേദീയ കർമ്മസു വയസ്യേർബാലകൈസ്തത്ര സോബഹൂതകൃതക്ഷണൈഃ. പഠിപ്പിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഗൃഹത്തിൽ പ്രവേശിച്ച ആചാര്യൻ ഗൃഹകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ വിനോദിപ്പാനുള്ള അവസരം ലഭിച്ചിരിക്കുന്ന സമാന വയസ്കരായ ബാലന്മാർ പ്രഹ്ലാദനെ അവരുടെ അരികത്തേക്ക് വിളിച്ചു. അതതാൻ ശ്ലക്ഷണയാ വാച പ്രത്യാഹൂയ മഹാബുധഃ ഉവാച വിദ്വാംസ്തന്നിഷ്ടാം കൃപയാ പ്രഹസന്നിവ. അനന്തരം പ്രഹ്ലാദനും ദയയോടെ മന്ദഹാസം ചെയ്തിട്ട് വരുവിൻ വരുവിൻ എന്ന് അനുകൂലിച്ച് വിളിച്ച് അരികത്തിരുത്തിയിട്ട് പറയാൻ തുടങ്ങി. അവരുടെ യഥാർത്ഥ സ്ഥിതിയെയും ഇപ്പോൾ അനുഭവിക്കുന്ന ജനനമരണാദി ക്ലേശങ്ങളെയും അവരെ ധരിപ്പിക്കണമെന്നാണ് മഹാജ്ഞാനിയായ പ്രഹ്ലാദൻ വിചാരിച്ചിരിക്കുന്നത്. തേതു തദ്ഗൗരവാത് സർവേ തെക്തക്രീഡാ പരിച്ഛദാഃ ബാലാനദൂഷിതധിയോ ദ്വന്ദ്വാരാമേരിതേഹിതൈഃ. പ്രഹ്ലാദനിൽ അത്യന്തം ബഹുമാനമുള്ളതുകൊണ്ട് ആ ബാലന്മാരെല്ലാവരും ഉടനെ കളിക്കോപ്പുകളെല്ലാം ഉപേക്ഷിച്ച് പ്രഹ്ലാദ സമീപം വന്ന് ചുറ്റുമിരുന്നു. അസുരവംശ്യന്മാരാണെങ്കിലും ബാലന്മാരായതുകൊണ്ട് രാഗദ്വേഷയുക്തന്മാരായവരുടെ ഉപദേശവും പ്രവർത്തികളും നിമിത്തം ഇവരുടെ ബുദ്ധി ദുഷിച്ചിട്ടില്ല. പര്യുപാസത രാജേന്ദ്ര തന്യസ്തഹൃദയേക്ഷണാഃ താനാഹ കരുണോ മൈത്രോ മഹാഭാഗവതോസുരഃ. ഹേ രാജശ്രേഷ്ഠ, ആ ബാലകന്മാർ എല്ലാവരും ചുറ്റുമിരുന്നു. അവരുടെ നേത്രവും മനസ്സും മുഴുവനും അവർ പ്രഹ്ലാദനിൽ തന്നെ സമർപ്പിച്ചു. അവൻ്റെ ഉപദേശം കേൾക്കാൻ ശ്രദ്ധായുക്തന്മാരാണെന്ന് ഭാവങ്ങളാൽ പ്രകാശിപ്പിച്ചു. അവരോട് പ്രഹ്ലാദൻ ഉപദേശിച്ചു: അസുരബാലകനായ പ്രഹ്ലാദനെ ഉപദേശിക്കാൻ അധികാരമുണ്ടോ എന്ന് ശങ്കിക്കേണ്ട. ഭഗവാനിൽ പരമപ്രേമലക്ഷണയായ മഹാഭക്തി നിമിത്തം അസുരഭാവം നശിച്ചിരിക്കുന്നു. ഈശ്വരഭക്തി ഇല്ലായ്മ തന്നെ അസുരലക്ഷണം. ആരുടെ മനസ്സ് ഭഗവാനിൽ രമിക്കുന്നുവോ അവൻ ഉപദേശിപ്പാൻ അർഹൻ തന്നെ. മഹാഭക്തനാണെങ്കിൽ ഭക്തി നിമിത്തമുള്ള ആനന്ദം അനുഭവിച്ചിരിക്കുകയല്ലേ വേണ്ടത്. പരോപദേശത്തിന് പുറപ്പെടുന്നതുകൊണ്ട് ചിത്തവിക്ഷേപം നിമിത്തം ആനന്ദം കുറയുകയില്ലയോ എന്നും ശങ്കിക്കേണ്ട. മഹാഭക്തന്മാർ ലോകബന്ധുക്കളാകുന്നു. സകല പ്രാണികളിലും മിത്രഭാവം വെച്ചിരിക്കുകയെന്നത് അവരുടെ സ്വഭാവമാകുന്നു. മിത്രഭാവത്തെ അംഗീകരിക്കുന്നവർ ആ മിത്രങ്ങളിൽ നിന്ന് പ്രയോജനത്തെ ആവശ്യപ്പെടുന്നവരായിരിക്കുമല്ലോ എന്നും ശങ്കിക്കേണ്ട. വിഷയാന്തകാരത്തിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ ആന്ത്യത്തെ അകറ്റി ജ്ഞാനപ്രദീപത്തെ അവരുടെ നേരെ പ്രകാശിപ്പിച്ച് അവരെയും ആനന്ദികളാക്കണമെന്നുള്ള കരുണയാൽ പ്രേരിതരായിട്ടു മാത്രമാണ് അവർ ഉപദേശിക്കുന്നത്, പ്രയോജനാപേക്ഷയോടുകൂടിയല്ല. അതിനാൽ ആ ബാലകന്മാരുടെ മിത്രമായും കരുണാപരാധീനനുമായിരിക്കുന്ന പ്രഹ്ലാദൻ അവരോട് ഉപദേശിച്ചതിൽ ആശ്ചര്യത്തിനോ ഉണ്ടാവാൻ പാടില്ലാത്തതെന്ന വിചാരത്തിനോ അവകാശമില്ല. 5-ാമത്തെ അധ്യായം സമാപിച്ചു. 6-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരിയോ.